നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നിഷാസ് വേൾഡ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോ ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നിരിക്കാട്ടോ. ഞാനും ഉണ്ണിക്കുട്ടനും ഉണ്ട്. ആ ചെറിയ കുട്ടി എന്റെ അനിയന്റെ മോളാണ്, അലന്ന. അല്ലു എന്ന് വിളിക്കൂട്ടോ. അപ്പൊ അല്ലു, ഞാനും ഉണ്ണിക്കുട്ടനും കൂടെ ഇന്ന് പുറത്ത് പാടത്തേക്ക് പോവാണ്. വീട്ടിലെത്തി കഴിഞ്ഞാൽ പാടം കാണാനായിട്ട് ഒരു വിസിറ്റ് ഉണ്ട്. നല്ല രസാണ്. വൈകുന്നേരങ്ങളിലാ പോവാ. നല്ല വൈകിട്ട് പോവാൻ സമയമില്ലാത്തോണ്ട് അപ്പോഴേക്ക് തിരിച്ച് ഇങ്ങോട്ട് വീട്ടിലേക്ക് വരണ്ടേ. അപ്പൊ അതുകൊണ്ട് കിട്ടിയ സമയത്ത് ഉച്ചയ്ക്ക് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോ എല്ലാവരും ഒരു ഉച്ചമയക്കത്തിലാണ്. ആ സമയത്ത് ഞാനും അല്ലു ഉണ്ണിക്കുട്ടൻ മൂന്നാളും കൂടെ പാടത്തേക്ക് ഇറങ്ങിയതാട്ടോ. നല്ല രസാണ്. പാടത്തേക്ക് ഇങ്ങനെ ഒന്ന് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ തന്നെ ഒരു സുഖമാണ്, മനസ്സിനൊരു സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ട് ആ പോകുന്ന വഴിയിലെ കാഴ്ചകളും കാര്യങ്ങളും ആണ് കേട്ടോ. കാര്യമായിട്ടുള്ള ഒന്നും ഇല്ല, എന്നാലും നമ്മളെ സന്തോഷം അത് നിങ്ങളെ അറിയിക്കുന്നു എന്ന് മാത്രം. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമുക്ക് പാടത്തേക്ക് പോയാലോ? എങ്കിൽ വരൂ. അപ്പൊ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, കണ്ടില്ലേ ഈ പാടം നിറയെ ഇങ്ങനെ പച്ച വിരിച്ചതുപോലെ ചെടികളും അതില് മഞ്ഞ പൂവില്ലേ, ആ പടർന്നു വരുന്ന മഞ്ഞ പൂവുണ്ട്. നല്ല ഭംഗിയായിട്ട് അത് കാണാൻ. അല്ലിമോളാണെങ്കില് അതിങ്ങനെ പറിച്ച് ഇങ്ങനെ ഒരു പൂച്ചെണ്ട് പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കൂടുതൽ അങ്ങോട്ട് കാട്ടിലേക്ക് പോവാനൊരു പേടിയാണ്. അപ്പൊ ഞങ്ങളൊക്കെ വരുമ്പോഴേ ഇപ്പൊ അവൾക്ക് ഇങ്ങനെ ഇതുപോലെയൊക്കെ ഒന്ന് പുറത്തേക്ക് നടക്കാൻ പറ്റുള്ളൂ. പിന്നെ ആരുമില്ല, അച്ഛനും അമ്മയല്ലേ ഉള്ളൂ. അവരങ്ങനെ ഇങ്ങോട്ട് പുറത്തിറങ്ങൊന്നുമില്ല, വയ്യാത്തവരല്ലേ. അപ്പൊ അവൾക്ക് ഞങ്ങൾ വന്ന സന്തോഷാണ്. അങ്ങനെ ഉണ്ണിക്കുട്ടൻ മുന്നിൽ നടക്കുന്നുണ്ട് ഒരു വടിയും പിടിച്ചിട്ട്. അപ്പൊ പോകുന്ന വഴിയിലെ കുറച്ച് കാഴ്ചകള് അതാണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അങ്ങനെ പോകുമ്പോ കിട്ടിയതാണ് കേട്ടോ വെള്ളിയില, അതുപോലെ കയ്യൂനി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതെല്ലാം ഞാൻ ഒരുപാടായിട്ട് അന്വേഷിച്ച ഒരു കാര്യങ്ങളായിരുന്നു. അത് വെച്ച് വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കിട്ടിയപ്പോ നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് ഒരു ദിവസം ഞാൻ കൊണ്ടുവരുന്നുണ്ട് അതിന്റെ എല്ലാം താളി. അപ്പൊ അവൾക്ക് ഒരുപാട് സംശയം. അവിടെ മോട്ടോർ പേരുണ്ട്, അതുമ്പോ എന്തൊക്കെയോ ഇങ്ങനെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ക്ലബിന്റെ പേരും കാര്യങ്ങളൊക്കെ. അപ്പൊ അതെന്താന്ന് വായിക്കണം, അതെന്താന്ന് അറിയണം. അപ്പൊ ഈ പാടൊക്കെ ഇതാ ഇവിടെയൊക്കെ ഞങ്ങള് കളിച്ചിരുന്നൊക്കെ സ്ഥലങ്ങളാണ് കേട്ടോ. അവിടെ ഇപ്പൊ ഈ മഴ പെയ്തപ്പോ പുല്ലുകൾ, ഈ ഞാറിന്റെ ഒക്കെ ഇതിങ്ങനെ മുളച്ചു വന്നിട്ടുണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇങ്ങനെ കാണുമ്പോൾ ഏതോ ഒരു കാട്ടിലകപ്പെട്ട പോലെയൊക്കെ ഉണ്ട് അല്ലേ, നല്ല രസമുണ്ട്. അവിടെ നടക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീലൊന്നും തോന്നില്ല, പക്ഷെ ഇങ്ങനെ സ്ക്രീനിൽ കാണുമ്പോഴേ ആ ഒരു കാടിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഫീൽ ചെയ്യുക. അങ്ങനെ തിരിച്ച് ഞങ്ങള് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നത് ഉണ്ണിക്കുട്ടനാണേ. അപ്പൊ ആ മൈക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ വോയിസ് ഒന്നും ഇപ്പൊ ഇതില് ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാന് വോയിസ് ഓവർ നൽകുകയാണ്. അപ്പൊ ആ മൈക്ക് അവൾക്ക് വെക്കണം. അപ്പൊ അത് വെച്ച പാടന്നെ അവള് പറയുന്നത് ഹലോ ഗായ്സ് എന്നാണ്. അപ്പൊ ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു വളരെ ഫെമിലിയർ ആണ്. അവർക്ക് യൂട്യൂബൊക്കെ കണ്ടിട്ടേ, നമ്മളെ പോലുള്ളവർക്കാണ് ഇതൊക്കെ ഒരു പുതുമ. അവർക്ക് ഇതെല്ലാം യൂസ്ഡ് ആണ്. ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. റീൽസ് ഒക്കെ ചെയ്യുന്ന മോളാണ് കേട്ടാ. അപ്പൊ നമ്മളെന്തായി, പാടത്തൊക്കെ പോയി. നല്ല വെയിലുണ്ട് കേട്ടോ, എന്നാലും ഇങ്ങനെ തണൽ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പാടത്തെ കാഴ്ചകളൊക്കെ കണ്ട് വീട്ടിലേക്ക് കയറിയതാണ്. അപ്പൊ അത് വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന ഒരു ചെമ്പരത്തിന്റെ, ആ ചെമ്പരത്തില്ലേ, നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. പച്ച ഇലകളിൽ നിറഞ്ഞൊരു ചുവന്ന കളറിൽ ആ പൂവ് നിൽക്കുന്ന കാണുമ്പോ നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പൊ പാടത്ത് ഞങ്ങളിങ്ങനെ ഈ പുൽത്തകിടി പോലെ കണ്ടപ്പോ അതിലിരുന്നതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രം. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ പാടത്തേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു സുഖമാണ്. അതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയില്ല. നമ്മൾ കുറച്ചൊരു ടെൻസ്ഡായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ സ്ഥലങ്ങള് അല്ലെ, പാടങ്ങളിൽ ഇതുപോലെ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങി കഴിയുമ്പോൾ നമ്മളെല്ലാം ഒന്ന് മറന്നു പോകും. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ കേട്ടാ. അപ്പൊ എല്ലാവർക്കും നന്ദി. അവൾക്ക് ആ മൈക്ക് വെക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. നമ്മളുടെ മൈക്ക് ഉണ്ടല്ലോ, വീഡിയോ ചെയ്യുമ്പോ വെക്കുന്ന മൈക്ക്. അപ്പൊ അത് കണ്ടപ്പോ അവൾക്ക് വല്ലാത്തൊരു ഇഷ്ടം. അപ്പൊ അതുപോലെ അവളുടെ ഡ്രസ്സിലൊന്ന് വെച്ചു കൊടുത്തു. അത് വെച്ചപ്പോ തന്നെ അവള് പറയുന്നതാണ് ഹലോ ഗായ്സ്. കുട്ടികളുടെ ഒരു കാര്യം. പിന്നെ വേറെന്താ, ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ ബൈ, സി യു.